പിന്നെ കാണാനായിട്ട് പറ്റുന്നില്ലേ? എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? പ്രദീപ് സാർ ഒന്ന് കാണാൻ പറ്റുന്നുണ്ട്. യെസ്. നമ്മള് നെക്കിന്റെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണയായിട്ട് രാവിലെ യോഗ എടുക്കുന്നത് സെയിം ഇതേപോലെയാണ് രാവിലെ എടുക്കുന്നത്. അപ്പം ഈ ഒരു സെഷൻ അതേപോലെ നമുക്ക് ചെയ്യാം. സൂക്ഷ്മ വ്യായാമത്തിൽ തുടങ്ങുന്നവരുണ്ട്, പ്രാണായാമത്തിൽ തുടങ്ങുന്നവരുണ്ട്. നമുക്ക് എന്തായാലും ഒരു പ്രാണായാമം ചെയ്തുകൊണ്ട് തുടങ്ങാം. നമുക്ക് രണ്ട് കൈയിലും മുക്കുൾ മുദ്ര വെക്കാം. ഇതാണ് മുക്കുൾ മുദ്ര എന്ന് പറയുന്നത്. എല്ലാ വിരലുകളും ചേർത്ത് വെക്കുക. മുക്കുൾ മുദ്ര എന്ന് പറയും. നമ്മളെ സ്ട്രെസ്, ആൻസൈറ്റി ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മുദ്രയാണിത്. ഹാൻഡ് ജസ്റ്റർ ആണ്, കയ്യിലെ വെക്കുന്ന മുദ്രയാണ്. പിത്തമൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പൊ ഇങ്ങനെ വെക്കാം, കണ്ണുകൾ അടക്കാം. പല്ലിലൂടെ നമുക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സന്തത പ്രാണായാമമാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായി. അപ്പൊ നമുക്ക് പല്ലിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, ഹോൾഡ് ചെയ്യാം, മൂക്കിലൂടെ പുറത്തേക്ക് വിടാം, പല്ലിലൂടെ ശ്വാസം ഉള്ളിലേക്ക്, ഹോൾഡ് ചെയ്യാം, മൂക്കിലൂടെ പുറത്തേക്ക്, പല്ലിലൂടെ ഉള്ളിലേക്ക്, മൂക്കിലൂടെ പുറത്തേക്ക്. ഒരു തവണ കൂടെ പല്ലിലൂടെ ഉള്ളിലേക്ക്, ഹോൾഡ് ചെയ്യാം. ഈ ഒരു വായു നമ്മുടെ ശരീരത്തിലുടനീളം സഞ്ചരിക്കുന്നത് നമുക്ക് മനസ്സുകൊണ്ട് കാണാം. തല മുതൽ പാദം വരെയുള്ള എല്ലാ കോശങ്ങളിലേക്കും ഇതെത്തുന്നതായി നമുക്ക് മനസ്സുകൊണ്ട് അറിയാം. ആ കോശങ്ങളിലെ എല്ലാ കേടുപാടങ്ങളെയും ഈ ഒരു വായു മാറ്റുന്നതായി നമുക്ക് മനസ്സുകൊണ്ട് കാണാം. പതിയെ മൂക്കിലൂടെ പുറത്തേക്ക് വിടാം, പല്ലിലൂടെ ഉള്ളിലേക്ക്, മൂക്കിലൂടെ പുറത്തേക്ക്, പല്ലിലൂടെ ഉള്ളിലേക്ക്, മൂക്കിലൂടെ പുറത്തേക്ക്. റിലാക്സ് ചെയ്യാം. ഇരിക്കുന്ന സമയത്ത് നട്ടെല്ല് നിവർത്തിയാണോ ഇരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് ചെയ്യാം, പ്രശ്നമില്ല. നെക്കിൻ്റെതാണ് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നത്. രണ്ട് കൈകളും ഈ ഒരു ഭാഗത്തായി വെക്കുക, ഇടുപ്പലിന്റെ ഭാഗത്തായിട്ട് വെക്കുക. ശ്വാസം എടുക്കുക, തല പുറകിലേക്ക് പോവാം. ശ്വാസം വിടാം, തല നേരെ താഴേക്ക് വരണം. ഈ ഒരു ഭാഗത്ത് നമ്മൾ നെഞ്ചിന്റെ ഇവിടെ ഒരു കുഴിയുണ്ട്, ആ കുഴിയിലേക്ക് തൊടാൻ പറ്റുന്നവര് തൊടുക. ശ്വാസം എടുക്കാം, ശ്വാസം വിടാം, ശ്വാസം എടുക്കാം, ശ്വാസം വിടാം, ശ്വാസം എടുക്കാം, ശ്വാസം വിടാം, ശ്വാസം എടുക്കാം, ശ്വാസം വിടാം, ശ്വാസം എടുത്തുകൊണ്ട് തല നേരെ കൊണ്ടുവരാം. ഈ ഒരു പൊസിഷനിൽ നിൽക്കാം. അടുത്തായിട്ട് ഇതിപ്പോ മുമ്പിലേക്കും പുറകിലേക്കും ചെയ്തു. ഇനി നമ്മൾ സൈഡിലേക്ക് തല ചരിക്കുകയാണ്. ശ്വാസം വിടുക, സൈഡിലേക്ക് കൊണ്ടുപോവാം. ശ്വാസം എടുക്കാം, നേരെ, ശ്വാസം വിടാം, ശ്വാസം എടുക്കാം, ശ്വാസം വിടാം, ശ്വാസം എടുക്കാം, ശ്വാസം വിടാം, ശ്വാസം എടുക്കാം, ശ്വാസം വിടാം, ശ്വാസം എടുക്കാം, ശ്വാസം വിടാം, ശ്വാസം എടുക്കാം,
ഞാനിപ്പോ കണ്ണടച്ചാണ് ചെയ്യുന്നത്. കണ്ണടച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവര് കണ്ണ് തുറന്നു വെച്ചിട്ട് ചെയ്യാം. ബാലൻസിന്റെ പ്രശ്നമുള്ളവര് കണ്ണ് തുറന്ന് വെച്ചിട്ട് ചെയ്താൽ മതി. അടുത്തായിട്ട് നേരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി ശ്വാസം വിട്ടുകൊണ്ട് വലത് ഭാഗത്തേക്ക് നമുക്ക് ചെയ്യാം. ഇങ്ങനെ നോക്കിയാൽ മതി. ഒരു ശ്വാസം എടുക്കുക, നേരെ മുന്നിലേക്ക് വരാം. അതായത് ശ്വാസം വിടുക, ഇടത് ഭാഗത്തേക്ക് നമ്മൾ പോണം. ശ്വാസം എടുക്കാം, നേരെ ശ്വാസം വിടുക, വലത് ഭാഗത്തേക്ക് പോവാം. ശ്വാസം എടുക്കാം, നേരെ ശ്വാസം വിടാം, ശ്വാസം എടുക്കാം, ശ്വാസം വിടാം, ശ്വാസം എടുക്കാം, ശ്വാസം വിടാം, ശ്വാസം എടുക്കാം. റിലാക്സ്. അടുത്തായിട്ട് നമുക്ക് നെക്ക് റൊട്ടേഷൻ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പൊ 3 എണ്ണം നമ്മളിപ്പോ ചെയ്തിട്ടുണ്ട്. ഒന്ന് മുമ്പിലേക്ക്, പുറകിലേക്ക്, അതിനെ ബെൻഡ് ചെയ്തു, വലത് ഭാഗത്തേക്ക് ബെൻഡ് ചെയ്തു, ഇടത് ഭാഗത്തേക്ക് ബെൻഡ് ചെയ്തു, അതായത് ചെരിച്ചു. നമ്മൾ വലത് ഭാഗത്തേക്ക് ചെരിച്ചു, ഇടത് ഭാഗത്തേക്ക് ചെരിച്ചു. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അടുത്തായിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. വളരെ പതിയെ, ആദ്യം ക്ലോക്ക് വൈസ് ആണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. വളരെ സ്ലോ ആയിട്ട് ചെയ്യണം. ഞാൻ എന്റെ താളം ഫോളോ ചെയ്യാം. 1, 2, 3, റിലാക്സ്. 7 തവണ ചെയ്താൽ മതി, മാക്സിമം 9 തവണ ചെയ്യാം. നമ്മളിപ്പോ മുമ്പിലേക്കാണ്, ഇങ്ങനെയാണ് പോകുന്നത്. ഇനി ആന്റി ക്ലോക്ക് വൈസ് പുറകിലേക്ക് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7. റിലാക്സ്. ഒരു കാരണവശാലും യോഗ ചെയ്യുമ്പോൾ മുടി അഴിച്ചിടരുത്. ഞാൻ കുളിച്ച് വന്നുകൊണ്ടാണ് മുടി അഴിച്ചിട്ടത്. യോഗ ചെയ്യുമ്പോൾ മുടി കെട്ടി വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ മുഖത്തിലേക്കൊക്കെ വീഴാനുള്ള ചാൻസ്. അതെല്ലാം കുളിച്ചിട്ട് വരുന്നതാണ്. യോഗ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശരീരം തണുപ്പിച്ചതിന് ശേഷമാണ് യോഗ ചെയ്യേണ്ടത്. അപ്പം ഇപ്പൊ നമ്മൾ നെക്ക് റൊട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാണ്. ഇതാണ് നെക്കിന് വരുന്ന, കഴുത്തിന് വരുന്ന റൊട്ടേഷൻസ്. നമുക്ക് എല്ലാവർക്കും കുറെ നേരം കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്നവർക്കെല്ലാം ഇത് ഡെയിലി ചെയ്യുന്നത് നല്ലതാണ്. അപ്പം 4 മൂവ്മെന്റ്സ് ആണുള്ളത്. മുന്നിലേക്ക്, പുറകിലേക്ക്, ഒന്ന് ടച്ച് ചെയ്യുക, ഷോൾഡർ ടച്ച് ചെയ്യുന്നത് മറക്കരുത്. പിന്നെ വലത് ഭാഗത്തേക്ക് ചെരിയ, ഇടത് ഭാഗത്തേക്ക് ചെരിയ. അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നത് 7 കൗണ്ട്സ് ചെയ്യാം, അല്ലെങ്കിൽ 10 കൗണ്ട്സ് ചെയ്യാം. വളരെ സ്ലോ ആയിട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഇതിന് സൂക്ഷ്മ വ്യായാമം എന്ന് പറയുന്നത്. വളരെ സ്പീഡിൽ ചിലർ വേഗം ഇങ്ങനെ പോയി ചെയ്ത് പണി തീർത്തിട്ട് പോകുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഒരു കാര്യമില്ല. മൈക്രോ സർക്കുലേഷന് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ വളരെ സ്ലോ ആയിട്ട് ചെയ്യണം.
അല്ലെങ്കിൽ കഴുത്ത് ഉളുക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് ചെയ്തു പോവുകയാണെങ്കിൽ വളരെ സ്ലോ ആയിട്ട് ചെയ്യാനാണ് ഞാൻ ഈ ഒരു താളത്തിൽ ഫോളോ ചെയ്യുന്നത്. ഞാൻ ക്ലാസ്സിലിപ്പോൾ ഈ ഒരു താളത്തിലാണ് ഫോളോ ചെയ്യുന്നത്. അത് ബുദ്ധിമുട്ടുള്ളവർക്ക് പതിയെ അവരെന്നെ ഒരു കൗണ്ട് വെച്ചിട്ട് ചെയ്താൽ. അടുത്ത നമുക്ക് ഷോൾഡറിൻ്റെത് ചെയ്യാം. ഷോൾഡർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം. 2 എക്സസൈസ് ആണ് ഷോൾഡറിന് വരുന്നത്. ഷോൾഡറിന്റെയും സർജറി കഴിഞ്ഞിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പാടില്ല, ബാക്കി എല്ലാവർക്കും ചെയ്യാം. 2 കൈകളും നമ്മൾ മുട്ടിന് മുകളായിട്ട് വെക്കണം. 2 കൈകളും മുട്ടിന് മുകള വെക്കുക. ശ്വാസം എടുക്കുക. ഈ ഒരു തരത്തില് ഷോൾഡർ മുന്നിലേക്ക്, ഷോൾഡർ പൊക്കി വെക്കണം ഈ ഒരു തരത്തില്. ഈ ശ്വാസം വിടാം. ശ്വാസം എടുക്കാം. എന്റെ ബ്രീത്ത് ശ്രദ്ധിക്കണം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. ശ്വാസം ഉള്ളിലേക്ക്, പുറത്തേക്ക്.